ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 80 വർഷം കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ആഘോഷമാണ് നാം ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 15-ന് ലോകമൊട്ടാകെ അല്ലെങ്കിൽ ഭാരതമൊട്ടാകെ കേരളമൊട്ടാകെ നടത്തിയത് എന്നത് നമുക്കറിയാം. ഇത്തരുണത്തിൽ പ്രസ്താവ്യമായ കാര്യം, സ്വാതന്ത്ര്യ പുലരിക്ക് മുൻപ് മൺമറഞ്ഞ ധീരദേശാഭിമാനികളെ വിസ്മരിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദുഃഖകരമായ സത്യം. അതിൽ സ്മരിക്കപ്പെടാത്ത അല്ലെങ്കിൽ എന്നും ഓർമ്മിപ്പിക്കപ്പെടേണ്ട ഒരു നാമമാണ് ശ്രീ ടി.കെ. മാധവൻ്റെ. അദ്ദേഹത്തെ ദേശാഭിമാനി എന്ന പേരിലാണ് കേരളം അറിയപ്പെടുന്നത്. ദേശാഭിമാനി എന്ന പത്രം സ്ഥാപിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി തൻ്റെ തൂലിക പടവാളാക്കിയ അഭിമാനിയായ ദേശാഭിമാനി ടി.കെ. മാധവനാണ് കേരളം എന്നും സ്മരിക്കേണ്ട സ്വാതന്ത്ര്യ സമര സേനാനി. ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും ഇന്ത്യക്ക് മോചനം നേടുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 1885 എ.ഒ. ഹ്യൂം എന്ന ബ്രിട്ടീഷുകാരനാണ് അതിന് നേതൃത്വം നൽകിയത്. ആദ്യ കാലഘട്ടങ്ങളിലൊന്നും തന്നെ ഒരു സമര സംഘടനയായി ഇതിനെ മാറ്റുവാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാതന്ത്ര്യം മുഖ്യ ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു സമര സംഘടനയായി മാറിയത്. ഗാന്ധിജിയുടെ രംഗപ്രവേശത്തോടു കൂടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വേരുറപ്പിച്ചത്. കേരളത്തിലേക്ക് വരുമ്പോൾ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി, പൗര സമത്വത്തിനു വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ജനകീയമാക്കിയതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയാണ് ശ്രീ ടി.കെ. മാധവൻ. ടി.കെ. മാധവനെക്കുറിച്ച് അറിയുക എന്നത് ഓരോ കേരളീയൻ്റെയും കടമയാണ്. ഇന്ത്യയിലെ ലക്ഷോപലക്ഷം വരുന്ന അധസ്ഥിത വിഭാഗങ്ങളെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത് ശ്രീ ടി.കെ. മാധവനായിരുന്നു എന്ന യാഥാർത്ഥ്യം കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം. 1923 കോക്കനാഡയിൽ നടന്ന കോൺഗ്രസ് വാർഷിക സമ്മേളനത്തിൽ ഐത്തോച്ചാടനം മുഖ്യ ലക്ഷ്യമായി കോൺഗ്രസിനെ കൊണ്ട് അംഗീകരിപ്പിച്ച് പ്രമേയം പാസാക്കിച്ചത് ശ്രീ ടി.കെ. മാധവനായിരുന്നു എന്നതാണ് ചരിത്ര യാഥാർത്ഥ്യം. ഐത്തോച്ചാടനം കോൺഗ്രസിൻ്റെ കർമ്മ പദ്ധതിയായി മാറ്റിയത് ടി.കെ. മാധവൻ. പിന്നീട് 1924 ഗാന്ധിജിയുടെ ആശീർവാദത്തോടുകൂടി വൈക്കം സത്യാഗ്രഹം നേതൃത്വം നൽകിയതും ടി.കെ. മാധവൻ. അങ്ങനെ ടി.കെ. മാധവൻ്റെ കാൽപ്പാട് പതിയാത്ത കേരളം ഇല്ല. കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ടി.കെ. മാധവൻ ഓടി നടന്ന് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജനങ്ങളെ ഒരുമിപ്പിക്കുകയും സംഘടിപ്പിക്കുകയും ചെയ്ത ധീരനായ നേതാവാണ് ടി.കെ. മാധവൻ. അദ്ദേഹത്തെ സ്മരിക്കാതെ സ്വാതന്ത്ര്യദിനം കടന്നു പോകുന്നത് ഒരിക്കലും ശോഭനമല്ല. അത് കേരളത്തിന് ടി.കെ. മാധവനോട് കാണിക്കുന്ന അനാദരവായി മാത്രമേ കാണുവാൻ സാധിക്കൂ. കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിലും ടി.കെ. മാധവനെക്കുറിച്ച് പരാമർശിക്കാതെയാണ് സ്വാതന്ത്ര്യദിന പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ നടന്നത് എന്നത് ഏറെ കേരളീയരെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്.